എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഇത് 2-3 ദിവസമായി അല്ലേ നമ്മൾ കണ്ടിട്ടും ഒക്കെ അല്ലേ? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുപ്പിച്ചടുപ്പിച്ചുള്ള അയൽവക്കങ്ങളിലുള്ള മരണമാണ് ഇതിന് കാരണമായത്. എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അനുസരമുള്ള അച്ഛൻ്റെ ആക്സിഡൻറ്റ് അറിഞ്ഞപ്പോൾ മുതൽ വേറൊരു മൈൻഡും എന്തോ ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലൂടെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് വാസ്തവം പറഞ്ഞാൽ. കാരണം അത്രയും വലിയ ഇതായിരുന്നു. ആദ്യം തന്നെ കേട്ടപ്പോൾ തന്നെ നമുക്കറിയായിരുന്നു ഇച്ചിരി സീരിയസ് ആണ്, ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പിന്നെ വല്ല മിറാക്കിളും സംഭവിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരറിവായിരുന്നു ആദ്യം മുതലേ കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ കൊച്ചു കയറി എൻ്റെ അടുത്തോട്ട് വന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി പറയാനായിട്ടൊന്നും ഇല്ലാത്ത ഒരവസ്ഥയും എന്നതാ പറയേണ്ടതെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് മൊത്തത്തിൽ ഇങ്ങനെ ഒരു എന്നാ പറയുന്നത് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു ദിവസങ്ങളാണ് ഈ 3-5 ദിവസം കടന്നു പോയത്. സത്യം പറഞ്ഞാൽ ഞാൻ 2 ദിവസം തൊഴിലുറപ്പിന് പോയി. അനുസരമോള് സ്കൂളിൽ പോക്കോ എന്ന് പറഞ്ഞു തൊഴിലുറപ്പിന് പോയി. അത്രയും സമയം എനിക്ക് എൻ്റെ മനസ്സിനൊരു മൈൻഡൊരു ഫ്രീ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീട്ടോട്ട് വരുമ്പോഴത്തേക്കും വീണ്ടും ആകെപ്പാടെ ഒരു ആ കൊച്ചിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ നമുക്കൊരു വിഷമവും വേദനയായിരുന്നു. കാരണം ആദ്യം തന്നെ വീട്ടുകാരോട് വേണ്ടപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്ര ശതമാനമേ ഉള്ളൂ, ഉറപ്പില്ല, തലച്ചോറിൻ്റെ പ്രവർത്തനം ഇത്ര ശതമാനമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞായിരുന്നു. എങ്കിലും പരീക്ഷണം മുളക് ഹോസ്പിറ്റലുകാർ ഏതൊരു ഡോക്ടറാണേലും ഒരു മനുഷ്യൻ്റെയും ജീവൻ പോകാൻ ശ്രമിക്കത്തില്ലോ, എങ്ങനെയെങ്കിലും നിലനിർത്തിക്കൊണ്ട് പോകാനല്ലേ നോക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഡോക്ടർമാർ സ്കള്ളെടുത്ത് മാറ്റി തലയ്ക്കകത്ത് ഏതോ ഒരു അവയവം എടുത്ത് വയറിനകത്ത് സേവ് ചെയ്ത് ഒക്കെ വെച്ചു, സർജറി ചെയ്തൊക്കെ രക്ഷപ്പെടുത്താനെന്നൊക്കെ കരുതി. പക്ഷേ എല്ലാം പരാജയപ്പെട്ടു പോയി. എന്നാ പറയാനാ, ഒരു പരിധിവരെ ഡോക്ടർമാരും ഒക്കെ നോക്കി. പക്ഷെ ആർക്കും നമ്മുടെ ജീവനെ പിടിച്ചു നിർത്താനായിട്ട് പറ്റത്തില്ല. നമുക്ക് ദൈവം ഇട്ടേക്കുന്ന ഒരു ആയുസ്സുണ്ട്. ആ സമയമാകുമ്പോൾ അത് പോയിരിക്കും, ഏതെങ്കിലും ഒരു കാരണമായി വേണ്ടിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പം ഇത് സ്കൂട്ടിയൊന്ന് വീഴണമെന്നായിരുന്നു. ഇന്ന് ഞാനവിടെ ചെന്നപ്പോഴേ 2 ഹെൽമെറ്റ് ഇരിക്കുന്നു കേട്ടോ. ബർത്തയിൽ അവരുടെ വീടിനകത്ത് 2 ഹെൽമെറ്റ് ഇരിക്കുന്നു. അപ്പം അതിലും ഭയങ്കരമായിട്ടൊരിത് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ കരച്ചിൽ, പെറ്റമ്മയല്ലേ, അതിൻ്റെ കരച്ചിൽ. അതുപോലെ തന്നെ രജനി, കൂടപ്പറപ്പുകളും 2 പെങ്ങന്മാർ, അനശ്വര, എല്ലാവരും ഇരുന്ന് കരച്ചിലും എല്ലാവരും ഒരു പരുവായിട്ടിരിക്കുന്നു. അതിനെക്കൊണ്ട് എൻ്റെ ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ കൊണ്ട് ഒരു ഇതെന്താണെന്നറിയോ, കുറച്ച് നേരം ഞങ്ങൾ പുറത്തൊക്കെ നിന്നു. ബോഡി കൊണ്ടുവരാനായിട്ട് ലേറ്റ് ആയിരുന്നു. അപ്പം ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. പുറത്തൊക്കെ നിന്നു. അത് കഴിഞ്ഞ് റൂമിൽ കയറി മടുത്തു. ഭയങ്കര വെയിലും ഭയങ്കര ചൂടും, നിൽക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയും. എന്നിട്ട് ഞങ്ങൾ അകത്ത് റൂമിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു പ്രായമുള്ളൊരമ്മ വന്നു കേട്ടോ. പ്രായമുള്ളൊരമ്മ വന്നിട്ട് ഞാനപ്പോൾ കട്ടിലേ ഇരിക്കുമോ. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞാൽ അടുത്തിരുത്തി, കയ്യെ പിടിച്ച് ഞാൻ എൻ്റെ അടുത്തിരുത്തിയപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ എനിക്ക് അനശ്വരമോളുടെ മുഖത്തോട്ട് നോക്കുന്നവർക്ക് തോന്നുവാണ്. പിന്നെയും ഞാൻ ഈ അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് അനശ്വരമോളുടെ മുഖത്ത് നോക്കുന്നവർക്ക് തോന്നുക. അപ്പം ഞാൻ ചോദിച്ചു, അമ്മ ഈ വീട്ടിലെ വല്യമ്മയാണോ എന്ന് ചോദിച്ചു. അന്നേരത്തേനും പറഞ്ഞു, എൻ്റെ മകനാ സന്തോഷം മരിച്ച സന്തോഷം എൻ്റെ മകനാണ്. എന്നിട്ടോ ചൊങ്കൂട്ടിയൊരു കാര്യത്തിൽ വല്യമ്മ ഉൾപ്പെടെ ഇരിക്കുമ്പോഴേ കൊച്ചുമക്കളുടെ ജീവൻ പോവാന്ന് പറയുമ്പോഴേ എന്നിട്ട് ആ അമ്മ അങ്ങ് പറയാൻ തുടങ്ങി. 90 ആകുന്നതിന് മുമ്പേ അവനെന്തോ അസുഖം വന്നിട്ട് അന്നൊന്നും വണ്ടിയൊന്നും ഇല്ല മക്കളെ, ഞാൻ ഇവിടുന്ന് എടുത്തുകൊണ്ട് അങ്ങ് കൊണ്ടുപോയി. അങ്ങനെ ആ വല്യമ്മയുടെ മനസ്സിലേതെല്ലാം ഇങ്ങ് പറയുക കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ തയ്യലിൻ്റെ ചേച്ചിയും അമ്പു എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുണ്ട് ഇവിടെ. അവരൊക്കെ ഹെൽത്തിൻ്റെ ഇതാണ്, ആശാപ്രവർത്തകർ ചേച്ചിയുടെ ഒക്കെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ 2 പേരും കൂടെ വന്നിട്ട് അവരും ഇരിക്കുക റൂമിൽ. അപ്പോഴത്തേനും ചേച്ചി തന്നെ ഇത് കാണിച്ചേ, സന്തോഷിൻ്റെ ഫോട്ടോ കാണിച്ചേ. അപ്പോഴത്തേക്കും എന്നെ ഒന്ന് കാണിച്ച മക്കളെ ഭയങ്കര ഒരവസ്ഥയായി പോയി. പക്ഷെ കൊച്ചിനോട് ആശുപത്രിയിൽ പോയി പെട്ടെന്ന് തന്നെ ആശുപത്രി കൊണ്ടുപോയി. അവർ വലിയവർ മുതിർന്നവരെല്ലാം പോയി. കൊച്ചിനെ എവിടെയും പറയാമല്ലോ. അനുസരമോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ഛനെ കാണണമെന്നുണ്ട്, പോകണമെന്നുണ്ട് സിന്ധുമേ എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞത് വിളക്ക് കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, പിറ്റേ ദിവസം രാവിലെ ഈ കൊച്ചിനെയും കൊണ്ട് ഞാനും ഒന്ന് പോകാം എന്ന് ഞാൻ മനസ്സിൽ കരുതി. പക്ഷേ വൈകിട്ട് രഞ്ജിത്തൊക്കെ വന്ന് പറഞ്ഞ് കാണിക്കത്തില്ല ചേച്ചി, വെറുതെ പോയി പുറത്ത് നിന്നിട്ട് വരാനേ പറ്റത്തുള്ളൂ, കാണിക്കത്തില്ല. അവർ പോയിട്ട് അവർക്ക് പോലും ഒന്നും കാണാൻ പറ്റിയിരുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കൊണ്ടുപോകാതെ ഇരുന്നത്. പക്ഷെ അതെനിക്കിപ്പോൾ ഒരു മനസ്സിലൊരു ഭയങ്കര വിങ്ങൽ. അവളുടെ അപ്പനെ കാണാൻ പറ്റിയില്ലെങ്കിലും അവിടെ വരെ ഒന്ന് കൊണ്ടുപോകേണ്ടതായിരുന്നു എൻ്റെ മനസ്സിൽ. എനിക്കൊരു കുറ്റബോധം മുണക്ക്.
കാണാൻ പറ്റത്തില്ലായിരുന്നില്ല. അവളുടെ ആ പറച്ചിലിൻ്റെ ആണെന്ന് തോന്നുന്നു. ഇന്നിപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ, ഇന്നലെ മരിച്ചെന്നറിഞ്ഞത് നമ്മുടെ ഇവിടെ വേറൊരു കൊച്ചു മരിച്ചിട്ടുണ്ടായിരുന്നു, ഗോപിച്ചേട്ടൻ്റെ മോൻ. അതും ഇതേപോലെ തന്നെയാണ്. എവിടെ കണ്ടാലും ആൻറ്റി എന്നാ ഉണ്ട്, അതും വലിയ ആലപ്പറായിട്ട് ഇങ്ങനെ ഭയങ്കര സൗണ്ടിലൊന്നും സംസാരിക്കില്ല. ഒരു ശാന്ത സ്വഭാവമുള്ള ഒരു മോനെ ഇന്നലെ മരിച്ചടക്കിയത്. അപ്പോൾ ആ എവിടെ കണ്ടാലും ആൻറ്റി എന്ന് വിളിക്കും. ചേട്ടായി ഞാനും കൂടെ പോകുന്നെങ്കിൽ ഉണ്ടല്ലോ, ചേട്ടായോട് പറയേ, എന്നോട് ആദ്യം പറയാം, ആൻറ്റി ഞങ്ങളുടെ മാമനെ നല്ലപോലെ നോക്കിക്കോണം കേട്ടോ എന്ന് പറയേ. അന്നേരത്തിനും ഞാൻ ഞാൻ നോക്കിയേക്കാവേ എന്ന് ഞാൻ പറയുമ്പോഴത്തേനും ചേട്ടാ പറയും, എന്നാടാ എനിക്ക് അവൾ നോക്കിയിട്ട് വേണോ, ഞാൻ കഷ്ടപ്പെട്ടാടാ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടാ എരിയിട്ടുവേ. അപ്പോഴത്തേനും പറയും, ഞങ്ങളുടെ ആൻറ്റി വന്നേ പിന്നെ മാമൻ മനുഷ്യക്കോലം ആയത് എന്നൊക്കെ പറഞ്ഞിട്ട്, നേരത്തെ വള്ളി ഉണക്കിയിരുന്ന ആൻറ്റി ഇപ്പോഴാണ് മാമൻ മനുഷ്യക്കോലം ആയതെന്നൊക്കെ പറയുമ്പോൾ ചേട്ടായി രണ്ട് ചീത്ത പറയത്, അങ്ങനെയാണോടാ ഇങ്ങനെയാണോടാ ചോദിച്ചാൽ രണ്ട് പിച്ചയിൽ കൊടുക്കുക. അപ്പോഴത്തേക്കും ഇതിന് വേണ്ടിയിട്ടാണ് മാമ ഞാനിതെല്ലാം പറഞ്ഞതെന്ന്. ഇന്നലെ അവരുടെ വീട്ടിൽ ചെന്ന് കണ്ടപ്പോഴും എൻ്റെ ദൈവമേ സഹിക്കാൻ പറ്റില്ല. രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ, ഒരു കൊച്ചു പെണ്ണ്. ഒന്നോർത്തേ, അത് ഇതെന്നാന്നറിയോ, എനിക്ക് ഇങ്ങനെയുള്ള മരണം എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ കടന്നു പോയ വഴി അതാ. എനിക്കിട്ട് ഞാൻ കുറേ വേദനിച്ചൊക്കെ ഉള്ള കാലമായിരുന്നു, ജീവിതമൊക്കെ ആയിരുന്നു. പക്ഷേ ഇതുങ്ങളൊക്കെ സന്തോഷത്തോടെ ജീവിക്കുന്നതുങ്ങളും കൂടെ അങ്ങനെയുള്ളിടത്തൊന്നും ദൈവം പറിച്ചെടുത്തോണ്ട് പോകുമ്പോണ്ടല്ലോ താങ്ങാനും പറ്റത്തില്ല. എന്നാ അവസ്ഥയാണെന്ന് ഓർത്ത് നോക്കി. അതിനെ കോട്ട് ചെയ്ത് അടയ്ക്കുന്ന സമയത്തിന് മൊത്തം കൊടുക്കാനൊക്കെ ആയപ്പോഴത്തേന് ഇന്നലെ ഉണ്ടല്ലോ ഗോപിച്ചേട്ടൻ, ആ കൊച്ചു ചെറുക്കൻ്റെ അപ്പൻ, എൻ്റെ ദൈവമേ ഉമ്മ കൊടുത്തിട്ട് കെട്ടിപ്പിടിച്ചിട്ട് എന്നതൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല. അത്രയും പ്രായമുള്ള അച്ഛന്മാരൊന്നും കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. മരിച്ചിടത്തൊക്കെ ആണെങ്കിലും ഞാൻ കണ്ടിട്ടില്ല, സത്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ ആണുങ്ങൾ കരയും, എന്നാലും ഇത്രയും പ്രായമുള്ളവരൊക്കെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചങ്കു കുറച്ചേടാ, എന്നെ ഇനി ആരാ മോനെ അച്ഛാന്ന് വിളിക്കുന്നത്, എനിക്ക് ആരാ ഉള്ളതെന്ന് ചോദിച്ചു. നമ്മുടെ എല്ലാം ചങ്ക് പറഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണേ. അപ്പം 2-3 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെയുള്ള ഒരു വേദനകളിൽ കൂടെ ആയിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ 2-3 ദിവസമായിട്ട് വാട്സപ്പ് നോക്കിയിട്ടില്ല, യൂട്യൂബ് നോക്കിയിട്ടില്ല, വീഡിയോ ഒരു കാര്യമൊന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ ഇന്നലെ രാവിലെ അനുസരമോള് കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, സിന്ധുവമ്മേ ഞാൻ കമൻ്റ് എല്ലാം വായിച്ചു, സിന്ധുവമ്മ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടില്ല ഞാൻ. അതിൻ്റെ കമൻ്റ് എല്ലാം അവളുടെ വല്യപ്പൻ്റെ ഫോണിൽ നോക്കിയിട്ട് കണ്ടു. എന്നിട്ട് ഇവിടെ കയറി വന്നിട്ട് പറഞ്ഞു, സിന്ധുമേ ഞാൻ എല്ലാവരും കമൻറ്റ് ഇട്ടേക്കുന്നുണ്ടോ, അനുസരമോള് നല്ല ഹാപ്പി ആയിട്ടിരിക്കണം, ഒരു കുഴപ്പവും വരികയില്ല, അങ്ങനെ ഇങ്ങനെയെന്നെല്ലാം പറഞ്ഞിട്ടേക്കുന്നത് കണ്ടു സിന്ധുമേ. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, വീഡിയോ എടുക്കാം, ഇൻട്രോ എടുക്കുക, എന്നിട്ട് എല്ലാവരോടും എനിക്ക് താങ്ക്സ് പറയണം. എന്നിട്ട് ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും ഇതേപോണക്ക് രാവിലെ ഇവിടെ ഇരുന്നിട്ട് പിന്നെ 4 മണിക്കായിരുന്നു ആ മോൻ്റെ ശവം എടുത്തുകൊണ്ട് പോകുന്നത് വീട്ടിൽ നിന്ന്. അപ്പം നമ്മൾ 2 മണിക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് സൂസം ചേച്ചി പറഞ്ഞു. അപ്പോൾ അത്രയും സമയം ഇന്നലെ ഞാനും അനുസരമോളും കല്യാണി ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ സിന്ധുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇൻട്രോ ഒക്കെ പറഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അച്ഛയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്, നന്ദി, എൻ്റെ അച്ഛ നല്ല ആരോഗ്യമായിട്ട് തിരിച്ചു വരാൻ എല്ലാവരും ഇനിയും പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഇൻട്രോ എടുത്തൊക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ആ കുഞ്ഞിൻ്റെ ഉള്ളിലെ പ്രതീക്ഷ നമ്മുടെ ഉള്ളിലുണ്ട്, ആ മനുഷ്യൻ ജീവനോടെ തിരിച്ചു വരികയില്ല, ആ ഒരു സ്റ്റേജാണ്. പക്ഷെ എന്നാലും കുഞ്ഞെന്ന് പറയുന്ന കേട്ടപ്പോൾ നമുക്കും പറയാൻ പറ്റത്തില്ലല്ലോ, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ, ജീവനോടെ തിരിച്ചു വരണം എന്നൊക്കെ അല്ലേ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പറ്റിയില്ല. ഇന്നലെ 2:30 ആയപ്പോഴത്തേക്കും അനുസരമോളുടെ അച്ഛൻ മരിച്ചു പോയി. ഞങ്ങൾ ഇവിടുന്ന് മറ്റേ ചെറുക്കൻ കൊച്ചിനെ കാണാനായിട്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ലത വിളിച്ചിട്ട് പറഞ്ഞു, ലതയും രഞ്ജിത്ത് അന്നേരം മെഡിക്കൽ കോളേജിലാണ്. അന്നേരം വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ പുള്ളി പോയി, അമ്മ ആരോടും പറയണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ മനസ്സനുവദിക്കാനായിട്ട് ഞാൻ ചേച്ചിയോട് മാത്രം പറഞ്ഞു, ചേച്ചി ഇങ്ങനെ പോയിട്ടുണ്ട്, കാരണം എന്തെങ്കിലും കൊച്ചിന് പിന്നെ എണ്ണ തേച്ച് കുളിപ്പിക്കുകയോ ഒന്നും ചെയ്യണ്ട എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചേച്ചി ഭയങ്കര ചങ്ക് കൂട്ടി കാറി കേട്ടോ പെട്ടെന്ന്. കരയത്തെ ദൈവത്തോർത്ത് കരയത് ഇപ്പം മുതൽ അനുസരമോൾ അറിയണ്ട, വൈകിട്ട് അറിഞ്ഞാൽ മതി, അല്ലെ കൊണ്ടുവരുമ്പോൾ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ചേച്ചി ചങ്കിനോ അത് പിടിച്ചു നോക്കുന്ന മാതിരി എൻ്റെ പൊന്നെ. അതിൻ്റെ കരച്ചിൽ കണ്ടപ്പോഴും നമുക്കേ ഈ 2-3 ദിവസം എൻ്റെ പൊന്നെ പഴയ ഞാൻ അനുഭവിച്ച ഒരു വേദനയുടെ സമയം പോണൊക്കെ എനിക്ക് തോന്നി ഭയങ്കരമായിട്ടും. അതേപോലൊരു വേദന അവസ്ഥയായിരുന്നു. ഇനി നാളെ ഉണ്ടൊരടക്ക്, അത് പിന്നെ പ്രായമായതാ, 93 വയസ്സുള്ളൊരു പ്രായമുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് പിന്നെ സാരമില്ല. ഇതുങ്ങളെ രണ്ടിനെയും 10, 40, 42 വയസ്സ് വെച്ചുള്ള കുഞ്ഞുങ്ങളെ ദൈവം
ജീവിതം എന്നായി. ഇനി അവരുടെ കഷ്ടപ്പാടൊന്ന് ഓർത്ത് നോക്കിയേ. രജനിയാണല്ലോ ആ കുഞ്ഞിനെ വളർത്തി ഒരു ചൂടാക്കണമെങ്കിൽ എന്തേലും കഷ്ടപ്പെടണം. എത്ര മോശമാണ്, എത്ര കള്ളുകൂടിയനാണ്, എത്ര അലമ്പനാണ്, എത്ര ദ്രോഹിക്കുന്നവനാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ ആണൊരുത്തം കൂടെ ഉണ്ടല്ലോ നമ്മൾ അപവാദം കേൾക്കേണ്ട. ഒന്നാമത്തെ കാര്യം അതിനെക്കാട്ടി ഉപരി നമുക്ക് പേടിക്കാതെ അന്തിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റും. ഇതെല്ലാം ഈ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകണേ അനുഭവിച്ചവർക്കേ മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഒരു പരിധി വരെ കൂടപ്പറപ്പുകളും കാരണവന്മാരും ഒക്കെ സപ്പോർട്ടായിട്ട് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് എൻ്റെ ചാച്ചനായിരുന്നു കേട്ടോ. ആ സമയത്തെല്ലാം എൻ്റെ കൂടെ, ആവത്തെ സമയത്തെല്ലാം എൻ്റെ ചാച്ചനായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. സത്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഇന്ന് ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഒരു കഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഗോപിച്ചേട്ടൻ്റെ വീട്ടിലെ അവസ്ഥയും ഇന്നലെ മരിച്ച കുഞ്ഞിൻ്റെ വീട്ടിലെ അവസ്ഥയും ഒരു ഒത്തിരി കഷ്ടപ്പെട്ട് ജീവിച്ചൊരു ഫാമിലിയാണ്. ഒത്തിരി കഷ്ടപ്പെട്ട് അതാണ് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ചില സമയം കാണിക്കുമ്പോൾ ദൈവം ഇല്ലേന്ന് നമുക്ക് തോന്നിപ്പോവും ഇങ്ങനെയൊക്കെ കാണുമ്പോൾ. എന്നാന്ന് വെച്ചാൽ അവർ ഒത്തിരി കഷ്ടപ്പെട്ട് ഗോപിച്ചേട്ടനാണെങ്കിൽ മൈക്ക് സെറ്റുകാരുടെ കൂടെ ഇങ്ങനെ കറണ്ടിൻ്റെ ഇതൊക്കെ ചെയ്യാനായിട്ടൊക്കെ പോകുന്ന ആളായിരുന്നു. അത് പോയിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് മൈക്ക് സെറ്റും അതിൻ്റെ സാധനങ്ങളെല്ലാം മേടിച്ചു, ഒരു ജീപ്പ് മേടിച്ചു, അത്യാവശ്യം നല്ലൊരു വീട് വെച്ചു, എല്ലാം ചെയ്തു. ബൈക്ക് മേടിച്ചു. ബൈക്ക് എന്നായിരുന്നറിയാം, ഈയിടെ എന്തോ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് ഈ അറ്റാക്ക് വരുന്നതിൻ്റെ തലേൻ്റെ തലേദിവസം കൊണ്ടുപോയി രഞ്ജിത്തിൻ്റെ കടയിൽ വെച്ചെന്നേ. എന്നിട്ട് കമ്പത്ത് പോയി എന്തൊക്കെയോ സാധനം ഇത് പണിയാനുള്ളതെല്ലാം മേടിച്ചുകൊണ്ട് വെച്ചെന്ന് ഇവനെ റെഡിയാക്കി ഇറക്കണോടാന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ എല്ലാം അത്രയും നല്ലൊരു കുഞ്ഞായിരുന്നു അത്. എന്തെങ്കിലും അസുഖം പിടിച്ച് ഓരോ മനുഷ്യൻ കിടക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോയി കണ്ട ആ മനുഷ്യൻ്റെയൊക്കെ അവസ്ഥ എന്നാ, ആരും നോക്കാനില്ല. 73 ഇങ്ങോട്ട് വയസ്സുള്ള 65 എത്രയാണോ ആ കാരണവരാ നോക്കുന്നത്, തന്തയും തള്ളയും. അവർക്ക് നോക്കാൻ പോലും ഉള്ള ആവതില്ല. പക്ഷേ രോഗം പിടിച്ച് കിടക്കുന്നവരെ ഒന്നും വേണ്ട, നല്ലവരെ മതി ദൈവത്തിന്. മനസ്സിൽ എന്തെങ്കിലും ഇച്ചിരി നന്മയും ഇതൊക്കെ ഉള്ളവരുടെ ജീവന ദൈവം പെട്ടെന്ന് എടുക്കുന്നതെന്ന് ചുറ്റുവട്ടത്തുള്ള മരണമൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാകാൻ പറ്റും. സത്യം ഭയങ്കര ഒരു വിഷമത്തിലൂടെയാണ് കേട്ടോ ഇപ്പം കടന്നു. ഈ നമ്മുടെ പ്രദേശം മൊത്തം അതെ, എല്ലാവർക്കും ഒരു വിങ്ങലും വിഷമമൊക്കെ. ഞങ്ങളൊക്കെ സത്യം പറഞ്ഞുണ്ടല്ലോ 2-3-4 ദിവസമായി നേരെ ഭക്ഷണം വെച്ചിട്ടും കഴിച്ചിട്ടും ഒക്കെ. ഇന്നലെ ഞാൻ സജി നമുക്ക് ഇച്ചിരി കാച്ചിലുണ്ടായിരുന്നു ഇവിടെ, അത് പറിച്ച് തന്നു, പുഴുങ്ങി വെച്ചു. 2 കഷ്ണം കണ്ട് അന്നേരം കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വേണ്ട. അത് കഴിഞ്ഞ് പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് വിശന്നപ്പം ഞാൻ ചേട്ടായിക്ക് ചോറ് കൊടുത്ത് ചേട്ടായി ഇളക്കി പറക്കി വെച്ചിട്ട് ചേട്ടായി ഇട്ട് പോവാം. പിന്നെ ഞങ്ങൾ രാത്രി പോയി താഴെ ഇരിക്കും, കുറച്ച് സമയം 10-11 മണി വരെ താഴെ പോയിരിക്കും. ഇത് ആപത്ത് സംഭവിച്ചപ്പോൾ മുതൽ ഞാനും ചേട്ടായി കൂടെ. അപ്പം തീറ്റ പോലും ഇല്ല. ഇന്നത്തെ ദിവസമൊക്കെ ആണല്ലോ ഇത് തന്നെ, നമുക്ക് വിശപ്പ് പോലും ഇല്ലാത്തൊരവസ്ഥ, ഒരു മരവിച്ച അവസ്ഥ ദൈവമേ. അപ്പം ഞാൻ ഓർക്കുവാണേ, ഈ വയനാടും അവിടെ ഇവിടെയൊക്കെ ദുരന്തം വന്നിട്ടേ 1-2 പേരൊക്കെ ജീവനോടെ ഇരിക്കുന്നവരില്ല. ബാക്കി കൂടപ്പുറപ്പുകളും മക്കളും കെട്ടിയവനും ഒക്കെ പോയിട്ട് ഇങ്ങനെ ഓരോ അതുകൊണ്ടൊക്കെ അവസ്ഥ എന്നാന്ന്. എനിക്കിപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ അയലോക്കാരാണ്, പക്ഷേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, താങ്ങാൻ എന്തോ ഒരു ഭയങ്കര അവസ്ഥ. ഇന്നലെ ഓവിച്ചാനോട് നിന്നിട്ട് വല്ലാതെ കരഞ്ഞെന്ന് വെച്ചാൽ വല്ലാതെ എല്ലാവരും അവിടെ നിന്നൊരു കരഞ്ഞു പോയി കേട്ടോ. അത്രയ്ക്കും ചങ്ക് പിള്ളേരുടെ കാഴ്ചയായിരുന്നു അവിടുത്തെ കാഴ്ച. അപ്പോഴത്തേനും ഞാനും അറിയാണ്ട് കാര്യം ഇന്ന് സൂസം ചേച്ചി എന്നോട് ഇവിടുന്ന് പോയപ്പോഴേ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നലത്തെ പോലെ നീ നിന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ശരിയാണ്, നമുക്ക് സങ്കടമൊക്കെ വരും, നമ്മളത് സഹിച്ച് പിടിക്കാനായിട്ട് പഠിക്കണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂസം ചേച്ചി ഇവിടുന്ന് എന്നെ വഴക്കും പറഞ്ഞാൽ കൊണ്ടുപോയത്. പക്ഷേ ചിലരുടെ വീട്ടിലും കരച്ചിലും ഒക്കെ ആയിരുന്നെങ്കിലും അതുങ്ങളും മരച്ച ഒരവസ്ഥയായിപ്പോയി കേട്ടോ. ഈ ഇത്രയും ദിവസമായിട്ടേ അവർക്കറിയാലോ, രജനിക്കാണെങ്കിലും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എല്ലാവരും മരച്ചൊരവസ്ഥ, രജനിയൊക്കെ കാറി മുഖമൊക്കെ ഇത്രയും ഉണ്ട്, നീര് വെച്ച് വീർത്ത പോലെ. അവരുടെ അമ്മയെ അതെ കേട്ടോ. എന്നാ പറയുന്നത്, രാവിലെ പണിക്ക് പോയി അത് കിടക്കുവങ്ങണ്ടായിരുന്നു സന്തോഷം. പണിക്ക് ഈ തടി ലോഡിന് പോകാൻ ഇന്ന് പണിയായിരുന്നു. ഏത് മരത്തിൻ്റെ മണ്ടയിലും കയറും, തടിയെല്ലാം വിട്ടും, എന്നിട്ട് ചുമന്ന് വണ്ടിയെ കയറ്റി കെട്ടിമുറുക്കി അങ്ങോട്ട് വരും. അപ്പോൾ തടി ലോഡുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്മ പോയി വിളിച്ചിട്ട് പറഞ്ഞത് 10-10:30 വിളിച്ചിട്ട് പറഞ്ഞേടാ, എനിക്ക് കറണ്ട് ബില്ല് അടയ്ക്കണ്ടേ, ലോൺ അടയ്ക്കണ്ടേ, അപ്പം നീ പണിയാൻ പോകാതെ ഇരുന്ന് തന്നെ ചെയ്യുന്നത്, അതുകൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് 500 രൂപയും മേടിച്ചുകൊണ്ട് പോയതാണ് പെട്രോൾ അടിക്കാനായിട്ട്. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ തരാമെന്ന് പറഞ്ഞു. അവൻ തന്നെ കൊണ്ട് കാശാണ്, ലോൺ അടയ്ക്കാൻ വേണ്ടി കൊടുത്ത കാശാണ്. എന്നിട്ട് തിരിച്ചു മേടിച്ചിട്ടു. അതും പറഞ്ഞ അമ്മ കരയുന്നത്, എൻ്റെ മോന് അങ്ങനെയാണ് ഇതും പറയും. അയ്യോ, ഒരു കണക്കിന് ആ അമ്മയുടെ അവസ്ഥ ഓർത്ത് നോക്കി. ഭർത്താവില്ല, അമ്മയ്ക്ക് ആകെ പാടെ ഉണ്ടായിരുന്ന ഒരു മോന രജനിയുടെ അച്ഛൻ.
ആ അമ്മയ്ക്ക് ആര് ചിലവർ പണിത് കൊടുക്കും. ഇനി ഒന്നേ രജനി നോക്കണം, അല്ലെ പെൺമക്കൾ നോക്കണം. ഒരു പ്രായമായി കഴിഞ്ഞാൽ നമുക്കൊന്നും പണിത് ജീവിക്കാനോ ഒന്നും ആവതില്ലെന്നേ, പറ്റിയല്ല. എന്നും നമ്മൾ ഇതേ കണക്ക് ആരോഗ്യം ഒന്നും ആയിട്ടിരിക്കത്തില്ല. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ മക്കളെ എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മക്കളുള്ളവരെല്ലാം എല്ലാ കാരണവരും അങ്ങനെ പ്രതീക്ഷിക്കും. പക്ഷേ ഓരോ രീതിയിൽ ഓരോ പേരൻസിനും കിട്ടും. ചില മക്കൾ നോക്കിയല്ല ദ്രോഹിച്ചുകൊണ്ടിരിക്കും, ചില മക്കൾ ഉപദ്രവിക്കും, അടിയിടിയെല്ലാം കൊടുക്കും, ചില മക്കൾ കൊല്ലും സ്വത്തിനു വേണ്ടി. ഈ ചില മക്കൾ നല്ല പൊന്നുമോണക്ക് നോക്കും, പക്ഷേ ഇടയ്ക്ക് വെച്ച് ദൈവം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഓരോരോന്നും ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് എന്നാ പറയേണ്ടതെന്ന് അറിയത്തില്ല. അതേ ഊണക്കത്തെ ഒരവസ്ഥയാണ്. ഇനി ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായി ഇതെല്ലാം മറവി എന്ന് പറഞ്ഞ ഒരു സംഭവം നമുക്ക് ദൈവം തന്നേക്കുന്ന ഇതൊക്കെ മറക്കാനും ഒക്കെയാ. എന്ത് കണ്ടാലും നമ്മൾ മറന്ന് ക്ഷമിച്ചും പുറത്തും ഒക്കെ മുമ്പോട്ട് ജീവിക്കണമെന്നാണ് നമ്മൾ പഠിച്ചേക്കുന്നതൊക്കെ അല്ലേ. അങ്ങനെയാണ് ലോകത്തിൻ്റെ ഒരു പോക്ക്. അതേപോലെ മുമ്പോട്ട് പോകാനല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? രജനിക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ? ആ കൊച്ചിനെ വളർത്താതിരിക്കാൻ പറ്റുമോ? അവൾ എപ്പോഴും പറയും, അച്ഛനോട് എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ടേ, സിന്ധുമ്മേ ഞാൻ ഡോക്ടറാകും കേട്ടോ, സിന്ധുമ്മേ ഞാൻ പഠിച്ച് ഡോക്ടറാകും കേട്ടോ. അവളുടെ മനസ്സിലെ സ്വപ്നം, അവൾ അത്യാവശ്യം പഠിക്കുകയും ചെയ്യുന്ന കൊച്ചാണ് കേട്ടോ. അവളുടെ മനസ്സിലെ സ്വപ്നമാണ്. അതിനെല്ലാം ഒരു പ്രത്യേക ഒരു കഴിവുണ്ട് ആ കൊച്ചിന്. ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് കാണുമ്പോഴേ എനിക്കൊരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നാറുണ്ട്. ഒരു എല്ലാ കാര്യത്തിനും അതിനൊരു ടാലൻ്റ് ഉള്ള കുഞ്ഞാണ്. ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പം പോയി. ഇനി അമ്മ തന്നെ കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ കണക്ക് ഏതെങ്കിലും കടകളിൽ നിന്നോ കൂലിപ്പണിക്ക് പോയോ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് വളർത്തണം. വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ അവൾ സംരക്ഷിച്ചാലല്ലേ അമ്മയ്ക്കേ ഉള്ളൂ. എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇന്നത്തെ കാലത്ത്? നമ്മുടെ കടമ, നമ്മുടെ കർത്തവ്യം നമ്മൾ ചെയ്യുക, നമ്മുടെ മക്കളെ വളർത്തി വിടുക, അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് എന്നാ കിട്ടുന്നതെന്ന് ദൈവത്തിന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പൊന്നുകണക്കുള്ള കുഞ്ഞാന്ന് പറഞ്ഞാലും എന്നായിരിക്കും തമ്പുരാൻ്റെ കൈ മാത്രമേ ഉള്ളൂ. അവളും അനാഥയായി ഒറ്റപ്പെട്ടു പോയി. അനശ്വരയ്ക്ക് പിന്നെ വളർത്തി വലുതാക്കി ഒരു ജോലിയൊക്കെ പഠിപ്പിച്ച് ഒരു ജോലിയൊക്കെ മേടിച്ച് അതിനെ കെട്ടിച്ചു വിടാമെന്ന് വെക്കാം. പക്ഷേ ആ അമ്മയ്ക്കും ആരും ഇല്ലാണ്ടായിപ്പോയി, ആ രജനിക്കും ആരും ഇല്ലാണ്ടായിപ്പോയി. എൻ്റെ ദൈവം ഇന്നലെ മറ്റേ വീട്ടിൽ ചെന്നപ്പോൾ ഗോപിച്ചേട്ടനും പറഞ്ഞ കാര്യം എന്താണെന്നറിയോ, അവന് വാൽവിനൊക്കെ പ്രശ്നം ഉണ്ടായിട്ട് ഒരു സർജറിയൊക്കെ ചെയ്ത കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് എങ്ങാണ്ട് എന്തോ ഒരു ചെക്കപ്പിന് കൊണ്ടുവരുന്നു. അപ്പോൾ അധികം കട്ടിപ്പണി ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എടാ മോനെ നീ ഇനി ഒന്നും ചെയ്യേണ്ടത്, ഇനി ഞാൻ പൊന്നു പോലെ നോക്കിയാളാന്ന് പറഞ്ഞതല്ലേ എടാന്ന് പറഞ്ഞുകൊണ്ട് ആ തന്ന കാര്യം. എത്ര വയസ്സോടെന്നറിയോ? എങ്ങനെ പോയാലും 10-65 വയസ്സിന് മുകളിൽ കാണുമോ മനുഷ്യന്? അതൊക്കെയാണ് കാഴ്ചകൾ. അപ്പം മരിച്ച ഒരവസ്ഥയിൽ കൂടെ ആയിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, എനിക്ക് ഇച്ചിരി സന്തോഷം, ഒരു ദിവസം സന്തോഷം കിട്ടിയാൽ പിന്നെ 9 ദിവസം എനിക്ക് സങ്കടവും കണ്ണുനീരുമായിരിക്കും. എൻ്റെ നാളിൻ്റെ ആണോ എൻ്റെ ജന്മദോഷമാണോ എനിക്കറിയത്തില്ല എന്നതാണ്. അതങ്ങനെയാണ്. ഇപ്പോഴും ഇന്നലെ തുടങ്ങിയതല്ല അത്. ഒരു 10-18 വയസ്സായപ്പോൾ മുതൽ തുടങ്ങിയ ഒരു ഇതായിപ്പോൾ എൻ്റെ ജീവിതത്തിൽ. അതിനിടയ്ക്ക് എനിക്ക് എൻ്റെ ചേട്ടാനോട് വന്നതിന് ശേഷം മാത്രം ഞാൻ മനസ്സമാനവും സന്തോഷവും അറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ, നമ്മുടെ വീട്ടിൽ അമ്മമാർ മരിച്ചു പോകുന്നതോ അങ്ങനെ ചാച്ചൻ മരിച്ചു പോയതോ അങ്ങനെയൊക്കെ ഉള്ള വിഷമങ്ങളല്ലാണ്ട് വേറെ വലിയ വലിയ വിഷമങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടിപ്പം എന്തെങ്കിലും ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും വേദനിക്കാനായിട്ട് ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അയൽവക്കക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. കരോട്ടുനിന്ന് പ്രിൻറ്റും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. പ്രിൻറ്റും ആണെങ്കിൽ 2-3 ദിവസം മുമ്പ് എന്നോട് ചോദിക്കുക, സിന്ധി ചേച്ചി എന്നെ ഇങ്ങനെയായിപ്പോയത്, എന്തോ ആകെപ്പാടെ ഒരുമാതിരി ആയല്ലോ, മുഖം എല്ലാം കറുത്ത്, സിന്ധി ചേച്ചിയുടെ എന്തോ ഒരു ഭയങ്കര ഒരു ഇത് കണക്കായല്ലോ എന്ന്. നമ്മുടെ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ എന്നാ ഇതുണ്ടോ അതെൻ്റെ മുഖത്ത് വരും കേട്ടോ. സങ്കടമുണ്ട്, സന്തോഷമാണെങ്കിലും ഒക്കെ എൻ്റെ മുഖത്ത് അത് പ്രകടമാകും. ഞാൻ പറഞ്ഞ എൻ്റെ കുഞ്ഞെ ഇതൊക്കെ കേട്ടിട്ട് ഒരു ഇല്ലടി, സമാധാനം ഇല്ലടിയെന്ന്. അങ്ങനെ തൊഴിലുറപ്പിനൊക്കെ ചെന്നിട്ടാണേലും ചേച്ചിമാരെല്ലാം ചോദിക്കുമായിരുന്നു, എന്നെ ചെയ്യാനാ സിന്ധു ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്നെ ചെയ്യാനാ, ദൈവം വരുന്നവർക്ക് വരട്ടെ എന്ന്. അങ്ങനെ എന്നാ പറയണ, എല്ലാവരും ഉണ്ടായിരുന്നു. സൂസമ്മ ചേച്ചി, സതീശൻ ചേട്ടനും ഈ പരിസരക്കാർ ആൾക്കാരും മൊത്തം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ പോയി യാത്രയാക്കിയിട്ട് വന്നു. താഴ്ത്തുകാരും ഇതുവരെ വന്നിട്ടില്ല. ഇന്നലെയൊക്കെ ഈ ചേട്ടായി വരുന്നതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി പോകും, അവിടെ പോയി ഇരിക്കുമായിരുന്നു. ഇന്നിതുവരെ വന്നിട്ടില്ല, താഴെ ആരും വന്നിട്ടില്ല. ഞാനെന്നാൽ പുറത്തുനിന്ന് ലൈറ്റ് ഇട്ടേക്കാന്ന് ഓർത്തുകൊണ്ട് ഞാൻ നോക്കിയിട്ട് അവിടെ ലൈറ്റ് സ്വിച്ച് ബോർഡൊന്നും കണ്ടില്ല, അതുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ടില്ല. അതുകൊണ്ട് താഴോട്ട് നോക്കുമ്പോൾ എന്തോ ഒരു അന്ധകാരം ഇരുട്ട് പിടിച്ച് കിടക്കുന്ന ഉണക്ക് പെട്ടില്ല. അല്ലെ എപ്പോഴും ഈ വീഡിയോ എടുക്കുന്നതിനിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, രാത്രിയിലാണ് പോലും കല്യാണിയുടെ അരിങ്കൂട്ടൻ്റെ സൗണ്ടും ഒച്ചയും ബഹളവും ഒക്കെ ഇടയ്ക്ക് നമുക്ക് കേൾക്കാവേ. താഴോട്ട് നോക്കുമ്പോൾ എപ്പോഴും ഒരു അനക്കവും ഓളവാണ്. അവൾക്ക് തന്നെ അപ്പുറത്തോട്ട് നോക്കിയാലോ, അതെ 2 വീട്ടിലും കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് എപ്പോഴും ഒച്ചയും ബഹളമൊക്കെയാണ്.
ഞാൻ വന്നിപ്പം വെള്ളമൊക്കെ ഒഴിച്ച് ചെടിക്ക് വെള്ളം കുടിക്കൊക്കെ ഇച്ചിരി വെള്ളം ഒഴിച്ച് കുളിച്ചിട്ട് ഒരു സാധനവും കഴിച്ചിട്ടില്ല, അന്ന് ചോറൊന്നും ഉണ്ടില്ല. പിന്നെ അന്ന വഴിക്ക് ഞാനും സൂസം ചേച്ചിയും കൂടെ ബന്ന് മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞാൻ ഒരു ചായ ഇട്ട് കുടിച്ചു, ഒരു ബന്നിൽ നിന്നിട്ട് ചെടിക്ക് വെള്ളം ഒഴിച്ചു. അന്നേരം അടോണിക്കുട്ടനുണ്ടായിരുന്നു ഇവിടെ. അവൻ ഇതിലെല്ലാം നമ്മുടെ ആ വാർക്കയുടെ പുറത്തുകൂടി അവൻ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അങ്ങോട്ടോടും ഇങ്ങോട്ടോടും. അനീഷും ഉണ്ടായിരുന്നു. അനീഷ് വണ്ടി തുടയ്ക്കുകയോ കഴുകുകയൊക്കെ. അപ്പോൾ പറയുക എന്നെ ചെയ്യാനാ ചേച്ചി, ഓരോരുത്തരുടെ അനുഭവം ഇതാ തലവര, എന്നാ ചെയ്യാനാ അമ്മ അനാഥ, അമ്മയ്ക്കും ആരും ഇല്ലാതായിപ്പോയി, അതുകൊണ്ട് തന്നെ ആ പെണ്ണിനും ആരും ഇല്ലാതായി പോയില്ലേ, കുഞ്ഞിനും ആരും ഇല്ലാതായി പോയില്ലേ എന്ന് അനീഷും പറയുമായിരുന്നു. ഇപ്പോൾ എന്നിട്ട് അവരങ്ങ് കയറിപ്പോയതേ ഉള്ളൂ. പിന്നെ ഞാൻ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇന്നലെയോ ഞാൻ വീഡിയോ ഇട്ടില്ല, മിനിങ്ങാന്നോ ഞാൻ വീഡിയോ ഇട്ടില്ല. നിങ്ങൾ കുറേ പേര് എന്നെ പ്രതീക്ഷിച്ചിരിക്കും. അവൾക്ക് തന്നെ അനുസരമുള്ള അച്ഛൻ എന്നായിരുന്നു, എന്നാ അത് പറ്റിയെന്നൊക്കെ അറിയാനുള്ള എല്ലാവർക്കും ആകാംക്ഷയും കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചത്. അപ്പം എനിക്കിപ്പോൾ പറയാൻ നിങ്ങളോടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈയിടെ മരിച്ച 2 കുടുംബത്തിനും ആ മക്കൾ മരിച്ച് വേർപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വീട്ടിലുള്ള എല്ലാവർക്കും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണേ. അതേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളല്ലോ. അല്ലാണ്ട് നമുക്കൊന്നും ആരെക്കൊണ്ടും അവരുടെ ആ ഒരു ഇത് വിടവ് നേർത്താനായിട്ട് പറ്റുമോ? ഇപ്പം 2 കുടുംബത്തിൻ്റെ അത്താണിയാണ് പോയേക്കുന്നത്. ആ മക്കളിലോട്ട് നോക്കിയിരിക്കുന്ന പ്രതീക്ഷയോടെ കണ്ണുനട്ടിരിക്കുന്ന കാരണവന്മാരാ അല്ലേ. മക്കൾ വളർന്നു വന്നു കഴിയുമ്പോൾ അവരുടെ കാരുണ്യത്തിൽ അവരുടെ താങ്ങും തളർച്ചയും ഒക്കെ നമുക്ക് വരുമ്പോൾ അവർ താങ്ങായി നമ്മുടെ കൂടെ കാണുമെന്ന് പ്രതീക്ഷിച്ച് വളർത്തിയ 2 കുടുംബം പോറ്റേണ്ടിയ, അല്ല കുടുംബത്തിലെ എല്ലാ കാര്യവും കാര്യങ്ങളെല്ലാം നോക്കി നടത്തേണ്ട 2 കുഞ്ഞുങ്ങളായിപ്പോൾ 2 വീട്ടിലേയും പോയിരിക്കുന്നത്. നമ്മളെക്കൊണ്ട് ആരെക്കൊണ്ടും അതൊന്നും നികത്തി കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, പ്രാർത്ഥിക്കാൻ. കാരണം ആ 2 കുടുംബത്തിലെ ബാക്കിയുള്ള എല്ലാവർക്കും സമാധാനം കൊടുക്കണേ ദൈവമേ, ഇത് താങ്ങാനുള്ള ശക്തി കൊടുക്കണേ ദൈവമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലേ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ അതേ പറയാനുള്ളൂ, എല്ലാവരും പ്രാർത്ഥിക്കുക. ഇന്ന് എനിക്കാണെങ്കിൽ നാളെ നിനക്കാന്ന് പറഞ്ഞതുപോലെ മരണം ജനനമുണ്ടോ എല്ലാവരുടെയും കൂടെയുള്ള ഒരു സംഭവമാണ്. അതെല്ലാം നമ്മൾ യാഥാർത്ഥ്യമായിട്ടും പഠിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. എനിക്ക് ഇച്ചിരി ചോരത്തിളപ്പുണ്ട്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ആനയാണ് ചേനയാണ്, എനിക്ക് യൂട്യൂബുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ വരുമാന മാർഗമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വലിയ വീടുണ്ട്, കാറുണ്ട്, ഒന്നും ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കി മറ്റുള്ളവർക്ക് ദ്രോഹവും ഒന്നും ചെയ്യാണ്ട് മുമ്പോട്ടേക്ക് ജീവിക്കുക. അത് മാത്രമേ നമുക്ക് ഈ ഭൂമി ചെയ്യാനായിട്ടുള്ളൂ അല്ലേ. അപ്പോൾ കുറേ ദിവസമായിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് എടുത്തൊന്ന് നോക്കാനോ വാട്സപ്പ് ഒന്ന് നോക്കാനോ ഒന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, സമയവും കിട്ടുന്നില്ലായിരുന്നു. ഇന്നലെ തന്നെയാണ് നിസാരം ആ കുഞ്ഞ് അനുസരമുള്ള അച്ഛൻ മരിച്ചെന്ന് അറിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടേക്കാം, എല്ലാവരും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യട്ടെ എന്ന് കരുതിക്കൊണ്ട് പെട്ടെന്ന് ഞാൻ ഓർത്തു അയ്യോ കൊച്ചറിഞ്ഞിട്ടില്ല, അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ട് അവൾ കണ്ടെങ്കിലോ. എന്നിട്ട് പറയാതിരുന്ന് 7 മണി 2:30 ഒക്കെ ആയപ്പോൾ മരിച്ചു. 7 മണി വരെ അവളോട് പറയാതെ വെച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവൾ എപ്പോഴോ എടുത്ത് നോക്കി ഫേസ്ബുക്കിൽ ആ 2 ഫോട്ടോ ഇട്ടേക്കുന്ന കണ്ടു. അങ്ങനെയാണ് കൊച്ചു മനസ്സിലായത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ രാത്രി അവിടെ പോയിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടത്. എന്നാന്നറിയാം, ഇന്ന് ഫുഡൊന്നും കഴിക്കാതിരുന്നിട്ടേ ആ വെയിലും ചൂടും എല്ലാം കൂടെ കൊണ്ടിങ്ങനെ വന്നും ചായയും കഴിച്ചിട്ടൊക്കെ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത പോണക്കൊക്കെ വരുന്നു. വെള്ളവും കുടിച്ചിട്ടില്ല, ഫുഡും കഴിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു ഇത്. ചോറും തൊട്ടതിനൊക്കെ തന്നെ ചോറും സാധനമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വെള്ളമൊക്കെ കേട്ടോ എല്ലാവരും പോയി കഴിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയും തിരക്കിനിടയിലും ഓരോരുത്തർ ചെല്ലുമ്പോൾ ലതയാണെങ്കിലും അതൊക്കെ അവൾ നോക്കി കണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കഴിച്ചോ വന്ന് കഴിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത്യാവശ്യം നല്ല ജനക്കൂട്ടം ഉണ്ടായിരുന്നു. നല്ലൊരു വീട്, ഒരു കുഞ്ഞു വീട്, പക്ഷേ ഒരു ഐശ്വര്യമുള്ളൊരു വീട്. എല്ലാം അതെ. ഇപ്പോൾ അവർ സംഘത്തിൽ നിന്ന് അവരുടെ അമ്മേനെ കൊണ്ട് ലോൺ എടുപ്പിച്ച് ടൈല് ഹാളും സിറ്റൗട്ടും ഒക്കെ ടൈലിട്ടു, വീട് പെയിൻ്റൊക്കെ അടിച്ചു. അപ്പോൾ എന്തോ ഒരു ഒരുക്കം ഒക്കെ ചെയ്തു. പക്ഷേ ആ ലോണും കടമെല്ലാം ഇനി അടച്ചു വീട്ടണ്ടേ. ഈ മോൻ പണിത് അടച്ചു വീട്ടുമെന്ന് ഓർത്ത് പ്രദേശം അമ്മ പോയി എടുത്തായിരിക്കുമല്ലേ. ഓരോ അമ്മമാരും ഒക്കെ ഈ ഭൂമിയിലല്ലേ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. നമ്മളൊക്കെ ഓരോ രീതിയിലും കൂടെ കടന്നു പോയവർക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പം ഒരു വിഷമം. ആ അമ്മയും തൊഴിലുറപ്പിനും കാര്യത്തിനൊക്കെ പോകുന്നതെന്നാണ് പറഞ്ഞത്. എന്നാണെങ്കിലും അവർക്കൊക്കെ ആർക്കും മറ്റുള്ള അസുഖങ്ങളും കാര്യങ്ങളും ഒരു ആപത്തനർത്ഥവും ഒന്നും വരാണ്ട് ദൈവം കാത്തു വരുവായിരിക്കട്ടെ. ഇതെല്ലാം
തരണം ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ജീവിക്കാനായിട്ടുള്ള മനഃശക്തിയും ധൈര്യവും സമാധാനവും ഒക്കെ ദൈവം കൊടുക്കട്ടെ. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളെല്ലാവരും രണ്ട് കുടുംബത്തിലെ പിള്ളേർക്ക് വേണ്ടിയിട്ടും ആത്മാവിൻ്റെ ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് തന്നെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ.